മുതുമലയ്ക്കും ബന്ദിപ്പൂരിനും ഇടയിലുള്ള വനത്തിലെവിടെയോ ആണ് അവൻ ജനിച്ചത്. എങ്കിലും ചെറിയ പുഴുക്കളെയും ചിതലുകളെയും മറ്റും അവ ഭക്ഷിക്കാറുണ്ട്. കടുവകളെയും പുലികളെയും പോലെ മനുഷ്യൻ്റെ മാംസത്തിനു വേണ്ടി മനുഷ്യരെ ഇവ ആക്രമിക്കാറില്ല. ചില സന്ദർഭങ്ങളിൽ മനുഷ്യനാശത്തിന് കാരണമാകാറുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കരടികളെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് ഒരു കരടി വേട്ടയുടെ കഥയാണ്. ആനമലത്തമ്പിയുടെ ഒരു വേട്ടക്കഥയാണ് നമ്മളിന്ന് പറയുവാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൺ കഥകളിലൂടെ. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കേട്ട കഥ ഓർമ്മയില്ലേ? മല്ലിൻ്റെയും മാധേവൻ്റെയും കഥ. എന്നാൽ അതുപോലത്തെയുള്ള ഒരു കഥയൊന്നുമല്ല ഇത്. നമ്മൾ അന്നത്തെ ആ കഥയിൽ കേട്ട കരടി എത്ര പാവമാണെന്ന് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചത്തതുപോലെ കിടന്നപ്പോൾ ആ കരടി ആ മനുഷ്യനെ വെറുതെ വിട്ടെങ്കിൽ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥയിലെ കരടി മനുഷ്യ ശരീരം പിറ്റി ചീന്തി പറിച്ച് മരിച്ചുവെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കടന്നു പോകുന്ന കരടിയാണ്. ബന്ദിപ്പൂരിലും മുതുമലയിലും പല പ്രാവശ്യവും പല ആവശ്യങ്ങൾക്കായും ഞാൻ വന്നിട്ടുണ്ട്. മനുഷ്യന് ഭീഷണിയാകുന്ന ആനകളെയും കടുവകളെയും പുലികളെയും വേട്ടയാടുവാനും അവയെ കാലപുരി കഴിക്കുവാനും വേണ്ടി. മുതുമലയിലെയും ബന്ദിപ്പൂരിലെയും ഇടയിലുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ ഈ കരടിയുടെ ആക്രമണങ്ങൾ നടന്നതായി പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ണുകളും മൂക്കുകളും ചെവികളും നഷ്ടപ്പെട്ടവർ, മുഖം വികൃതമായി തീർന്നവർ, ഇങ്ങനെയുള്ള നിരവധി പേരെ നിങ്ങൾക്ക് ആ ഗ്രാമങ്ങളിൽ കാണുവാൻ സാധിക്കും. അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ചുരുക്കം ചിലവരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അവൻ്റെ പിടിയിൽ ഒരാൾ അമരുമ്പോൾ ആ വ്യക്തിയുടെ മരണം ഉറപ്പുവരുത്തിയ ശേഷമാണത്രേ ആ കരടി അവിടെ നിന്നും വനം കയറുകയുള്ളൂ. മുഖത്തിലും കഴുത്തിലും കടിക്കുന്നത് കൂടാതെ അവൻ്റെ കൈകളിലെയും കാലുകളിലെയും കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് ശരീരം അവൻ മാന്തി പൊളിക്കും. വയറുകളും നെഞ്ചുംകൂടുകളും പിളരും. കുടലുകളും മറ്റും പുറത്തേക്ക് തൂങ്ങിക്കിടക്കും. ഇരയുടെ ശരീരത്തിലെ ധാരാളം രക്തം പുറത്തേക്കൊഴുകും. ചിലവരുടെ തല അവൻ കടിച്ച് തകർക്കും, ശരീരത്തിൽ നിന്നും പിഴുതെടുക്കും. എങ്ങനെയാണ് ആ കരടി ഇത്രയും മനുഷ്യവിരോധിയായി തീർന്നതെന്ന് അറിയില്ല. മുതുമലയിലെ വലിയ വനത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിലെ ആളുകൾ ഈ കരടിയെ ഭയന്നുകൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. നേരം പുലർന്നു വരുമ്പോഴും ഇരുട്ട് വീണു തുടങ്ങുമ്പോഴുമാണ് ആ കരടി തൻ്റെ ഇര തേടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അവൻ ഇതുവരെയും കൊന്ന ഇരകളിൽ നിന്നൊന്നും മാംസം ആഹരിച്ചതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അവകാശവാദങ്ങളും ആരും ഉന്നയിച്ചിട്ടില്ല. മുതുമലയ്ക്കും കാരക്കുടിക്കും ഇടയിലായി വലിയൊരു മാമ്പഴത്തോട്ടമുണ്ടായിരുന്നു. മാമ്പഴത്തോട്ടങ്ങൾക്കിടയിൽ ഒരു ചെറിയ കൂരയിലാണ് മണിയപ്പനും മീനാക്ഷിയമ്മയും താമസിച്ചിരുന്നത്. അവരാ വലിയ തോട്ടത്തിൻ്റെ ഉടമകളൊന്നുമല്ല. ആ തോട്ടത്തിൻ്റെ വെറും നോട്ടക്കാർ മാത്രമാണ്. അവർക്കൊരു കുട്ടിയുണ്ട്. അവൻ ഏകദേശം 12 വയസ്സിനടുത്ത് പ്രായമുണ്ട്. മാമ്പഴക്കാലമായി കഴിഞ്ഞിരുന്നു. തോട്ടത്തിലെ മാവുകളിലെ മാങ്ങകൾ പഴുക്കുവാൻ തുടങ്ങിയ സമയം. രാത്രി കാലങ്ങളിൽ പഴുത്ത മാങ്ങ ആഹാരമാക്കുവാൻ വേണ്ടി പഴന്തീനി വവ്വാലുകൾ ആ തോട്ടത്തിലേക്ക് പറന്നു വരാറുണ്ട്. ഇതല്ലാതെ മറ്റൊരു ജീവിയും ഇതുവരെയും ആ തോട്ടത്തിലേക്ക് കടന്നു വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് വനമിറങ്ങി ഏകദേശം 1 മൈലുകളോളം സഞ്ചരിച്ചുകൊണ്ട് ആ കരടി ആ തോട്ടത്തിലേക്ക് എത്തിയത്. അവൻ തോട്ടത്തിലെത്തിയപ്പോൾ ഏകദേശം സന്ധ്യ ആയി കഴിഞ്ഞിരിക്കണം. തോട്ടമാകെ അവൻ കറങ്ങി നടന്ന് നിലത്ത് വീട് കിടന്ന പഴുത്ത മാങ്ങകൾ ആഹരിച്ചുകൊണ്ട് അവനവിടെ ആസ്വദിച്ച് നിന്നപ്പോഴായിരിക്കാം കാറ്റ് വീശി അടിച്ചപ്പോൾ നിലത്ത് വീണ മാങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ കുട്ടി അവിടെ ഓടിയെത്തിയത്. അവൻ മാങ്ങകൾ പെറുക്കി എടുത്തുകൊണ്ട് നിന്ന സമയം അവൻ്റെ തൊട്ടു മുന്നിൽ ഒരു കറുത്ത രൂപത്തെ അവൻ കണ്ടിരുന്നു. അസ്വാഭാവികമായ പന്തികേട് അവന് തോന്നിയെങ്കിലും അതവൻ കാര്യമാക്കിയെടുത്തില്ല. അരണ്ട വെളിച്ചത്തിൽ വലിയ ഗൗരവമൊന്നും അവന് അത് കൽപ്പിച്ച് നൽകിയില്ല. എന്നാൽ നനയ്ക്കാത്ത നേരത്ത് ഒരു മനുഷ്യൻ തൻ്റെ മുന്നിലേക്ക് അപ്രത്യക്ഷമായി കടന്നു വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രകോപിതനായി തീർന്നിരിക്കണം ആ കരടി. അവനവൻ്റെ 2 കാലിൽ മുകളിലേക്ക് ഉയർന്നു നിന്നു. തനിക്ക് അകലെ അല്പം ദൂരെ എഴുന്നേറ്റ് നിൽക്കുന്ന ആ രൂപത്തെ ആ കുട്ടി നല്ലപോലെ കണ്ടിരുന്നു. ആദ്യം അവൻ കരുതിയിരുന്നത് തോട്ടത്തിൽ മാങ്ങ മോഷ്ടിക്കാൻ വന്ന കള്ളനാകുമെന്നാണ്. എന്നാൽ അവൻ്റെ ചിന്തകൾക്ക് അവൻ്റെ പ്രതികരണ ശേഷിക്കും അധിക സമയം ഉണ്ടായിരുന്നില്ല. അവനവൻ്റെ പിതാവിനെ വിളിക്കുവാൻ തുടങ്ങിയ സമയം തന്നെ ആ കരടി അലറി വിളിച്ചുകൊണ്ട് അവന് നേരെ ചാടിയെടുത്തു. ആ കുട്ടിക്കൊന്ന് പ്രതികരിക്കുവാൻ പോലും കഴിയാതെ ആ കരടിക്ക് മുന്നിൽ അവൻ കീഴടങ്ങി. അവൻ്റെ ദേഹത്തേക്ക് ചാടി വീണ കരടി അവൻ്റെ നഖങ്ങൾ കൊണ്ടും പല്ലുകൾ കൊണ്ടും ആക്രമിച്ചു.
അവൻ്റെ മുഖത്തും കഴുത്തിലും കടിച്ചു. കുട്ടിയുടെ കരച്ചിലും കരടിയുടെ അലർച്ചയും കേട്ടുകൊണ്ട് മണിയപ്പൻ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഒരു ടോർച്ചും പ്രകാശിപ്പിച്ചുകൊണ്ട് വളരെ വേഗം കടന്നു വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയ നീളമുള്ള ഒരു വടിയുണ്ടായിരുന്നു. തൻ്റെ കുട്ടിയെ ഒരു കരടി ആക്രമിച്ച് കണ്ട് അയാൾ ഉറക്കെ അണ്ണാക്ക് വെച്ചു. തൻ്റെ കൈവശമുണ്ടായിരുന്ന വടി വീശി അതിനരികിലേക്ക് ഓടിയെത്തി. തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ ടോർച്ചിൻ്റെ വെളിച്ചം കണ്ടുകൊണ്ടായിരിക്കണം ആ കരടി ആ കുട്ടിയെ അവിടെ ഇട്ടതിന് ശേഷം ദൂരേക്ക് ഓടിയാക്കുന്നത്. മണിയപ്പൻ അരികിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ചോര വാർന്ന് ഞരക്കത്തോടെ കിടന്നു പിടയുന്ന തൻ്റെ കുട്ടിയെയാണ്. തൻ്റെ തലയിൽ കെട്ടഴിച്ച് ആ കുട്ടിയുടെ കഴുത്തിലേക്ക് അമർത്തി. രക്തം ധാരാളമായി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി അയാളെ കൊണ്ട് കഴിയുന്നത് പോലെ അയാൾ ശ്രമിച്ചു. എന്നാൽ അധിക സമയം തൻ്റെ കുട്ടിയുടെ ജീവൻ സംരക്ഷിച്ചു നിർത്തുവാൻ ആ പിതാവിന് കഴിഞ്ഞില്ല. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്ന് ആ കുട്ടി അയാളുടെ മടിയിൽ കിടന്ന് മരിച്ചു. ഉച്ചത്തിലൊന്ന് നിലവിളിച്ച് കരയുവാൻ മാത്രമാണ് മണിയപ്പൻ എന്ന ആ പാവപ്പെട്ട തോട്ടൻ സംരക്ഷകന് കഴിഞ്ഞുള്ളൂ. പിറ്റേന്ന് കാലത്തെ തോട്ടമുടമ സംഭവം പറഞ്ഞ് അവിടേക്കെത്തി മണിയപ്പനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും ആശ്വസിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന് മീനാക്ഷിയുടെ കണ്ണുനീരൊപ്പുവാൻ സാധിക്കുമായിരുന്നില്ല. അവർക്ക് ആകെയുള്ള ഒറ്റ മകനെയാണ് തലേന്ന് രാത്രിയിൽ ആ കരടി നിഷ്കരണം കൊന്നുകളഞ്ഞത്. ഇതുവരെയും ആ പ്രദേശത്ത് അങ്ങനെ ഒരു കരടിയെ കണ്ടതായി ആരും പറഞ്ഞു കേട്ടില്ല. ഇതാദ്യമായാണ് ഒരു കരടിയെ തോട്ടത്തിലേക്ക് കയറി വരികയും തോട്ടത്തിൽ വെച്ച് ഒരാളെ കൊല്ലുകയും ചെയ്യുന്നതെന്ന് ആളുകൾ പറഞ്ഞു. പരിഭ്രാന്തരായി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും മറ്റും അവർ കംപ്ലൈൻറ്റുകൾ നൽകി. ഒരാഴ്ചയ്ക്കപ്പുറം മണിയപ്പനെയും മീനാക്ഷി അമ്മയും പിന്നീട് ആരും തന്നെ ആ തോട്ടത്തിലോ ആ ഗ്രാമത്തിലോ കണ്ടിട്ടില്ല. തൻ്റെ മകൻ്റെ വിയോഗത്തിൽ മനന്തം തവർ നാട് വിട്ടുപോയെന്നാണ് പിന്നീട് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. എന്താണ് സത്യത്തിൽ നടന്നതെന്ന് ആർക്കും അറിയില്ല. ഇനിയും ആ കരടിയെ കൊല്ലുവാൻ വേണ്ടി അവർ വനത്തിലേക്ക് പോയതാണെന്നോ അല്ലെങ്കിൽ അവർ ഈ ഗ്രാമം വിട്ട് മറ്റെവിടേക്കെങ്കിലും പോയതാണോ എന്നോ ആർക്കും അറിയില്ല. ഒരുപക്ഷെ ഇതായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അവരുടെ മകൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ആ ഗ്രാമത്തിൽ ഇനി ഒരു നിമിഷം പോലും താമസിക്കുവാൻ അവർക്ക് കഴിയുമായിരിക്കില്ല. അവൻ്റെ ഓർമ്മകൾ കടന്നു വരാത്ത മറ്റേതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് അവർ പോയതായിരിക്കും. കഥയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ജീവിക്കുന്ന രക്തസാക്ഷികളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഒരാളുടെ കഥയാണ് ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത്. മരുതൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മറ്റ് പണികൾക്കിടയിലും വനത്തിലേക്ക് പോയി തേൻ ശേഖരിക്കുവാൻ നിർബന്ധിതനായി തീർന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു മരുതൻ. മാസത്തിൽ 1-2 തവണ മാത്രമാണ് അയാൾ വനത്തിലേക്ക് പോകാറുള്ളത് തേൻ ശേഖരിക്കുവാൻ വേണ്ടി. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന മുള കൊണ്ട് നിർമ്മിച്ച തേൻ ശേഖരിക്കുവാൻ ഉപയോഗിക്കുന്ന ആ നാഴിയിൽ നിറയെ തേനായിരിക്കും. തൻ്റെ ഗ്രാമത്തിലോ അല്ലെങ്കിൽ അയൽ ഗ്രാമത്തിലെയോ കച്ചവട ചന്തയിൽ അത് പൊൻവിലയ്ക്ക് വിറ്റുപോകുകയും ചെയ്യും. മരുതൻ വനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തേനോടുള്ള വിശ്വാസമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും പ്രിയങ്കരനായ ഒരാളാണ്. അവരുടെ ആ ഗ്രാമത്തിൽ ചോദിക്കുകയാണെങ്കിൽ നേരം പുലരുമ്പോൾ തന്നെ കൃഷിയിടങ്ങളിലേക്ക് പോവുകയും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ഒരു ദിവസം അയാൾ തേൻ തേടി വനത്തിനുള്ളിലേക്ക് പോയി. ഉച്ച കഴിഞ്ഞതോടെ ചോരയിൽ കുളിച്ച് നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിൻ്റെ കൂടി വരുന്ന മരുതനെയാണ് അവിടുത്തെ ആളുകൾ കണ്ടത്. മുഖത്തെ മാംസം നിലത്തേക്ക് തൂങ്ങി ആടുന്നു. രക്തം നല്ലപോലെ ഒലിച്ചിറങ്ങിയിരിക്കുന്നു. രക്തത്തിൽ കുളിച്ച പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള രൂപത്തിലായിരുന്നു അയാൾ ഓടി വന്നത്. തൻ്റെ കൈവശമുണ്ടായിരുന്ന കീറത്തുണി കൊണ്ട് മുഖം തപ്പിപ്പിടിച്ചിരിക്കുന്നു. ആ തുണിയിൽ നിന്നും രക്തം ഇറ്റിറ്റ് നിലത്തേക്ക് വീഴുന്നു. അവിടുത്തെ ഗ്രാമീണർ അയാളെ ഓടിച്ചെന്ന് പിടിക്കുകയും കൈയോടെ തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു കൊച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ആ കൊച്ചു ആശുപത്രിക്കുണ്ടായിരുന്ന പരിമിതികളിൽ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അതിനുശേഷം മറ്റ് സൗകര്യങ്ങളുള്ള മറ്റേതോ ഹോസ്പിറ്റലിലേക്ക് അയാളെ അവിടെ നിന്നും ഗ്രാമീണർ കൊണ്ടുപോയി. പിന്നീട് ഏകദേശം 2 ആഴ്ചകൾ കഴിഞ്ഞാണ് മരുതൻ തിരികെ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. അയാൾ തിരികെ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ അവനൊരു കണ്ണ് ഉണ്ടായിരുന്നില്ല. അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. മുഖത്തെ രൂപമാറ്റം തന്നെ കാണാമായിരുന്നു പ്രകടമായി. മുഖത്തിൻ്റെ ഒരു വശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ. അവൻ്റെ മാതാപിതാക്കൾക്കോ അവൻ്റെ അയൽക്കാർക്കോ ഗ്രാമീണർക്കോ കണ്ടാൽ ആളറിയാൻ പറ്റാത്ത രീതിയിൽ മുഖഛായ തന്നെ മാറിപ്പോയിരുന്നു. ഇത്രയും വലിയ നഷ്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടും അയാൾ കരയുവാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ പറയും ജീവൻ തിരികെ കിട്ടിയല്ലോ എന്ന്. എന്താണ് അവിടെ അന്ന് സംഭവിച്ചത്? ഗ്രാമത്തിലേക്ക് എത്തിയ ഞാൻ അയാളോട് ചോദിച്ചു, അന്ന് സത്യത്തിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? എങ്ങനെയാണ് ഇത്രയും വലിയൊരു അപകടം നിങ്ങൾക്കുണ്ടായത്? എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടത്? ഒന്ന് പറയാം. തികഞ്ഞ ആകാംക്ഷയോടെയും അറിയാനുള്ള ത്വരയോടെയും ഞാൻ അയാളോട് ചോദിച്ചു. സംഭവങ്ങളെല്ലാം നടന്നിട്ടിപ്പോൾ ഏകദേശം 4-5 മാസങ്ങൾ കഴിഞ്ഞിരുന്നു. എന്താണെന്ന് അവിടെ സംഭവിച്ചതെന്ന് ഇവിടുത്തെ ഏത് ഗ്രാമീണരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
നേരം പുലർന്നു തുടങ്ങിയപ്പോൾ തന്നെ പരമ്പരാഗത രീതിയിലുള്ള തേൻ ശേഖരിക്കുവാൻ വേണ്ട സാധനങ്ങളും മറ്റും എടുത്തുകൊണ്ട് ഞാൻ വനത്തിലേക്ക് പുറപ്പെട്ടു. ഗ്രാമത്തിൽ നിന്നും വനത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് തെക്ക് കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. ഫോറസ്റ്റ് ഗാർഡുകളും ഗ്രാമീണരും സഞ്ചരിക്കുന്ന വഴി ആയതുകൊണ്ട് തന്നെ തെക്ക് കിഴക്ക് ദിശയിൽ നിങ്ങൾക്ക് ഒരു പാത കാണുവാൻ സാധിക്കും. ഒരു നടപ്പാത, നടന്നു തെളിഞ്ഞ ഒരു നടപ്പാത. അങ്ങനെ ഞാൻ ഏകദേശം 1.5 മൈലോളം ആ നടപ്പാത വഴി തെക്ക് കിഴക്ക് ദിശയിലേക്ക് നടക്കുകയും ആ നടപ്പാത വന്ന് അവസാനിക്കുന്നത് ഒരു വലിയ ഇറക്കത്തിൻ്റെ ഭാഗത്ത് വെച്ചാണ്. ആ ഇറക്കത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് മരങ്ങൾക്കിടയിലൂടെ മറ്റൊരു വഴിയുണ്ട്. ആ വഴി ചെന്ന് ചേരുന്നത് മലമുകളിലേക്കാണ്. അങ്ങനെ ഞാൻ ആ വഴിയെ ഏകദേശം 1/2 മൈലോളം സഞ്ചരിച്ചു. 1/2 മൈൽ സഞ്ചരിച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് ആ താഴ്വരയിലേക്ക് ഇറങ്ങി. അവിടേക്ക് പോകുവാൻ പ്രത്യേക പാതകളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. കല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ ഒരു പ്രദേശമാണ്. വളരെ പ്രയാസപ്പെട്ട് കുറ്റിച്ചെടികളും മറ്റും വകുത്തു മാറ്റി ഞാൻ മുന്നിലേക്ക് എൻ്റെ പ്രയാണം തുടർന്നു. സാറേ, ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സാഹസികമായി സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വനത്തിലൂടെയുള്ള യാത്ര ആവോളം ആസ്വദിക്കാറുമുണ്ട്. അങ്ങനെ അപകടകരമായ യാത്രയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ആ പാത വഴിയാണ് പോകുവാൻ തീരുമാനിച്ചത്. അങ്ങനെ വനത്തിനുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചു. ആരും കടന്നു ചെല്ലാൻ ഭയക്കുന്ന ആ പ്രദേശത്തു കൂടി ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. പോകുന്ന വഴിയുണ്ടായിരുന്ന മരങ്ങളിലെല്ലാം ഞാൻ എൻ്റെ തേനീച്ചക്കൂടുകൾ അന്വേഷിച്ചു. ഞാൻ ഒരിക്കലും വനത്തിൽ ഏതെല്ലാം ഭാഗത്ത് തേനീച്ചക്കൂടുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും പുതുതായി കണ്ടെത്തുന്ന തേനീച്ചക്കൂടുകൾ എന്നും എൻ്റെ ആവേശമായിരുന്നു. അതിനാൽ തന്നെയാണ് പുതിയ വഴി കണ്ടെത്തുകയും പുതിയ തേനീച്ചക്കൂടുകൾ കണ്ടെത്തുവാൻ വേണ്ടി ഞാൻ ആ സാഹസികമായ പാത തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇടതൂർന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളെയും മുറിച്ചു കടന്നുകൊണ്ട് ഞാൻ ഏറെ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ മുന്നിലേക്ക് കടന്നുപോയി. എൻ്റെ മുന്നിൽ ഒരു ചെറിയ അരുവി പ്രത്യക്ഷപ്പെട്ടു. അരുവിയിൽ നിന്നും ഞാൻ ധാരാളം വെള്ളം കുടിച്ചു. ആ നടപ്പിൻ്റെ ക്ഷീണം മാറ്റുവാൻ വേണ്ടിയായിരുന്നു. അതിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് എൻ്റെ മുഖം കഴുകുകയും കാലും കൈയും കഴുകുകയും അരുവി മുറിച്ചു കടന്നുകൊണ്ട് ഞാൻ മുന്നിലേക്കുള്ള എൻ്റെ പ്രയാണം തുടരുകയും ചെയ്തു. അങ്ങനെ അവസാനം ഞാൻ ആ തേനീച്ചക്കൂട് കണ്ടെത്തി. അല്പദൂരം അകലെ നിന്ന് തന്നെ ആ തേനീച്ചക്കൂട് എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സാമാന്യം വലിപ്പമുള്ള ഒരു തേനീച്ചക്കൂടായിരുന്നു അത്. ഞാൻ നിൽക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ തേനീച്ചകളുടെ മൂളലുകൾ എനിക്ക് വ്യക്തമായി കേൾക്കുവാൻ സാധിച്ചു. ആവേശം ഒട്ടും അടക്കുവാൻ സാധിച്ചില്ല. വളരെ വേഗം ഞാൻ ആ വലിയ മരത്തിൻ്റെ അരികിലേക്ക് പോയി. കൃത്യമായി പറഞ്ഞാൽ തറനിരപ്പിൽ നിന്നും ഏകദേശം 16 അടി ഉയരത്തിലുള്ള ഒരു ശിഖരത്തിലാണ് ആ വലിയ തേനീച്ചക്കൂട് നിൽക്കുന്നത്. സാധാരണഗതിയിൽ വലിയ പൊക്കത്തിലുള്ള ശിഖരങ്ങളിലാണ് തേനീച്ചക്കൂടുകൾ നിൽക്കുന്നത്. എന്നാൽ പതിവിലും വിപരീതമായി അല്പം താഴ്ന്ന അവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നത്. ഞാൻ പതിയെ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന സാധനങ്ങൾ എടുത്ത് പുറത്തിട്ടു. പച്ച പുല്ലുകളും മറ്റും കൂട്ടിക്കെട്ടി പന്ത് പോലെ ഉണ്ടാക്കിയ പുകയിടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പന്തങ്ങൾ 3 എണ്ണം ഉണ്ടായിരുന്നു എൻ്റെ പക്കൽ. അതിലൊന്നിൽ ഞാൻ തീ കത്തിച്ചു. പതിയെ അത് അണച്ചു. വീശി വീശി കട്ടിക്ക് പുക വരുത്തി. അതിനുശേഷം ഒരു ചെറിയ കയറെടുത്ത് എൻ്റെ അരയിൽ കെട്ടി ആ പന്തത്തിലും കെട്ടി നിലത്തേക്ക് തൂക്കിയിട്ടു. അതിനുശേഷം വലിയ നീളമുള്ള ഒരു കയർ എൻ്റെ അരയിൽ വീണ്ടും ഞാൻ കെട്ടി. എന്നിട്ട് ഇവയെല്ലാം വഹിച്ചുകൊണ്ട് ഞാൻ പതിയെ മുകളിലേക്ക് കയറി. തേനീച്ചക്കൂടിൻ്റെ ഏകദേശം അരികിലെത്തിയപ്പോൾ എൻ്റെ അരയിൽ കെട്ടിയിരുന്ന ആ പുകയുന്ന പന്തം എടുത്തുകൊണ്ട് ഞാൻ കാറ്റത്ത് വീശുകയും അതിൽ നിന്ന് ധാരാളം പുക വരുത്തുകയും ആ കൂടിൻ്റെ അരികിലേക്ക് ഊതിക്കയറ്റുകയും ചെയ്തു. പുക വന്നടിക്കുമ്പോൾ തേനീച്ചകൾ പറന്നു പോകുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഞാനിരുന്ന മരത്തിലേക്ക് മറ്റാരോ വളരെ വേഗം കീറുന്നതുപോലെ എനിക്ക് തോന്നിയത്. എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഞാൻ താഴേക്ക് നോക്കി. ഒരു കറുത്ത രൂപം വളരെ വേഗം ഞാനിരിക്കുന്ന മരത്തിലേക്ക് പാഞ്ഞു കയറുകയാണ്. ഞാൻ വല്ലാതെ ഭയന്നു. ഞാൻ ഒന്നുകൂടി മരത്തിന് മുകളിലേക്ക് കയറുകയും എൻ്റെ അരയിൽ കെട്ടിയിരുന്ന ആ വലിയ കയറെടുത്ത് തേനീച്ചക്കൂട് നിൽക്കുന്ന ആ കൊമ്പിലേക്ക് കെട്ടുകയും ചെയ്തു. പിന്നീട് ഏറെ ദൂരം മുകളിലേക്ക് പെട്ടെന്ന് വലിഞ്ഞു കയറുവാൻ എനിക്ക് സാധിച്ചില്ല. എന്നേക്കാൾ വളരെ വേഗം താഴെയിൽ നിന്നും മുകളിലേക്ക് കയറി വന്ന ആ കറുത്ത രൂപം എന്നെ നിലത്തേക്ക് വലിച്ചിട്ടു. 16 അടി പൊക്കത്തിൽ നിന്നും നിലത്തേക്ക് വീണ എൻ്റെ ഇടത്തെ കൈ ഒടിഞ്ഞതുപോലെ എനിക്ക് തോന്നി. അത് അനക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ പുകയുന്ന പന്തം നിലത്ത് കിടന്ന് പുകയുണ്ടാക്കുന്നു. ഞാൻ നിലത്ത് വീണത് കണ്ടതുകൊണ്ടായിരിക്കണം മുകളിലേക്ക് എനിക്കൊപ്പം കയറിയ ആ കറുത്ത രൂപം നിലത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. ഞാൻ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് പതിയെ ഇഴയുവാൻ തുടങ്ങി. എന്നാൽ വളരെ വേഗം താഴേക്ക് ഇറങ്ങി വന്ന ആ കറുത്ത രൂപം മരത്തിൻ്റെ പാതയിൽ നിന്നും എനിക്ക് മുകളിലേക്ക് ചാടി. ഞാൻ ശരിക്കും കണ്ടതാണ് സാറേ ആ രൂപത്തെ. കറുത്ത രോമാകൃതമായ ആ പ്രേതത്തെ. നെഞ്ചിൽ വെളുത്ത ചന്ദ്രാകൃതിയുള്ള ആ ശരീരവും ഞാൻ കണ്ടതാണ്. ആ കരടിയെ വളരെ വ്യക്തമായി ഞാൻ കണ്ടതാണ്. പിന്നെ ഒട്ടും സമയം എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ മരത്തിൻ്റെ ശിഖരത്തിൽ കെട്ടിയിരുന്ന ആ കയറിൽ പിടിച്ചു. എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ ആ മരത്തിൻ്റെ ശിഖരം പിടിച്ചു കുലുക്കി. മരണത്തെ മുഖാമുഖം കണ്ടതുകൊണ്ടായിരിക്കണം എൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ കയറിൽ പിടിച്ച് വലിച്ചു കുലുക്കി പറിക്കുവാൻ എനിക്ക് സാധിച്ചത്. അതെ,
ആ ശിഖരം വല്ലാതെ ഉലഞ്ഞു. അതിലുണ്ടായിരുന്ന തേനീച്ചക്കൂടും തേനടയും അടർന്ന് നിലത്തേക്ക് വീണു. അപ്പോഴേക്കും ആ കരടി എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചിരുന്നു. അവൻ്റെ കൂർത്ത നഖങ്ങൾ എൻ്റെ മൂക്കും കണ്ണും കാതും കൊണ്ടുപോയി. വേദനയാൽ ഞാൻ നിലത്ത് കിടന്ന് പുളഞ്ഞു. എൻ്റെ കാലുകൾ ഉപയോഗിച്ച് ഞാൻ അവനെ തൊഴിച്ച് ദൂരേക്ക് എറിഞ്ഞു. അപ്പോഴേക്കും അവൻ എൻ്റെ കാലിൽ കടിച്ചു. അവൻ്റെ കൂർത്ത പല്ലുകൾ എൻ്റെ പാദത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പോഴേക്കും കഥ മാറി. അവിടെ അടർന്നു വീണ തേനീച്ചക്കൂടിൽ നിന്നും തേനീച്ചകൾ കൂട്ടത്തോടെ പ്രാന്ത് പിടിച്ചതുപോലെ ആക്രമിക്കുവാൻ തുടങ്ങി. എനിക്കും കിട്ടി സാറേ ധാരാളം കുത്തുകൾ. എന്നാൽ തേനീച്ചകൾ കൂടോടെ ഇളകി വന്നപ്പോൾ അവയുടെ കുത്തു ഭയന്നുകൊണ്ടായിരിക്കണം ആ കരടി ദൂരേക്ക് ഓടി അകന്നത്. ഞാൻ പതിയെ അവിടെ നിന്നും ഇഴഞ്ഞിഴഞ്ഞ് അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിലേക്ക് പോയി മറഞ്ഞു. പിന്നെ അവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. ധാരാളം തേനീച്ചകൾ എന്നെ കുത്തിയിരുന്നു. എന്നാൽ അവയേക്കാൾ വേദന എൻ്റെ മുഖം എനിക്ക് നൽകുന്നത് കൊണ്ടായിരിക്കാം ആ വേദന ഞാൻ അറിയാതെ പോയത്. പിന്നീട് എന്നെ കൊണ്ടാകുന്നത് പോലെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയും വേദന എടുക്കുന്ന കാലുകൾ കൊണ്ട് ഒത്തി ഞാൻ എന്നെ കൊണ്ടാകുന്നത് പോലെ അവിടെ നിന്നും ഓടി അകലുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴേക്കും രക്തം വാർന്ന ഞാൻ ഗ്രാമത്തിൻ്റെ കവാടത്തിലെത്തിച്ചേർന്നു. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന തലയെക്കെട്ട് ഞാൻ കീറി. കുറച്ചു ഭാഗം മുഖത്തും കുറച്ചു ഭാഗം എൻ്റെ കാലിൻ്റെ കരടി കടിച്ച ഭാഗത്തും ഞാൻ അമർത്തി കെട്ടിയിരുന്നു. ഗ്രാമത്തിൻ്റെ മുന്നിലെത്തിയപ്പോഴേക്കും ആളുകൾ പറഞ്ഞു ഞാൻ ബോധക്ഷയം വന്നു വീണെന്ന്. ശരിയാ സാറേ. പിന്നീട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എവിടെയോ ആണ് കിടക്കുന്നത്. ഒരു ഡോക്ടർ എന്നെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. നിർഭാഗ്യം എന്തെന്നാൽ നിങ്ങളുടെ ഒരു കണ്ണ് പൂർണ്ണമായും നഷ്ടമായെന്ന്. ഇനിയും അതുകൊണ്ടൊന്നും കാണാൻ സാധിക്കില്ല എന്ന്. ഞാനപ്പോൾ ഡോക്ടറോട് ഒന്ന് മാത്രമാണ് പറഞ്ഞത്, ഒരു കണ്ണുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടോളാമെന്ന്. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന്. അവൻ എന്നെ വലിച്ചു നിലത്തേക്കിടുന്നതിന് മുന്നേ തന്നെ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ വലിയ കയർ ആ ശിഖരത്തിലേക്ക് കെട്ടാൻ തോന്നിയത് കൊണ്ടാണ് സാറേ ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ലായിരുന്നുവെങ്കിൽ ആ മരത്തിൻ്റെ കീഴിൽ അവനെന്നെ പിച്ച് ചീന്തിയേനെ. മസനഗുഡിക്കും ബന്ദിപ്പൂരിനും ഇടയിലുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1.5 മൈലുകളോളം വനത്തിനുള്ളിലൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ തകർന്നു വീണ ഒരു കെട്ടിടം കാണുവാൻ സാധിക്കും. പൂർണ്ണമായും അവിടം കാട് കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ ഒരു പ്രദേശമായി ഇപ്പോൾ അത് മാറിക്കഴിഞ്ഞിരുന്നു. എന്നാലും ആ കെട്ടിടത്തിൻ്റെ അവിടെ ഇവിടെയായി വലിയ ചതൽപ്പുറ്റുകൾ കാണുവാൻ സാധിക്കും. ആ തകർന്ന് പൊളിയാറായ കെട്ടിടത്തിൻ്റെ അരികിൽ ഒരു വലിയ മരം നിൽക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ അതുവഴി കടന്നു പോകുന്ന ആളുകൾ വിശ്രമിക്കാറുണ്ട്. അങ്ങനെ മുതുമലയിൽ നിന്നും ബന്ദിപ്പൂരിലേക്ക് പോയ 2 പേർ യാത്രാമധ്യത്തിൽ വെച്ച് ആ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ ആ വലിയ മരത്തിൻ്റെ കീഴിൽ വിശ്രമിക്കുവാൻ വേണ്ടി അല്പസമയം കിടന്നു. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ സാധാരണഗതിയിൽ കരടികൾ ഇറങ്ങുന്നത് അതിരാവിലെയോ വൈകുന്നേരമോ ആണെന്ന്. എന്നാൽ ഇവരുടെ നിർഭാഗ്യം കൊണ്ടായിരിക്കാം ആ കരടി ആ സമയം അതുവഴി കടന്നു വന്നത്. എങ്ങനെയാണ് അവൻ ഇത്രയും മനുഷ്യവിരോധിയായി തീർന്നതെന്ന് അറിയില്ല. അതുവഴി കടന്നു വന്ന ആ കരടി തകർന്നു കിടക്കുന്ന ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലെ ചിതൽപ്പുറ്റുകളിൽ നിന്നും ചിതലുകളെ തിന്നുകൊണ്ടിരുന്ന സമയമാണ് വഴിയാത്രക്കാരിൽ ഒരാൾ അയ്യോ കരടി കരടി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്നവൻ ബഹളം വയ്ക്കാതെ എന്ന് അയാൾക്കാകുന്നത് പോലെ പറഞ്ഞു. എന്നാൽ ഭയം കാരണം മറ്റേയാൾ ഉച്ചത്തിൽ അലറുകയും നിലവിളിക്കുകയും ആ കരടിയെ ഭയപ്പെടുത്തി ഓടിക്കാൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടുകയും ചെയ്തു. ആകാംക്ഷ കൂടിയത് കൊണ്ടായിരിക്കണം ആ കരടി തൻ്റെ 2 കാലിൽ എഴുന്നേറ്റ് മുകളിലേക്ക് നിന്നു. സൂക്ഷ്മമായി അവൻ്റെ കണ്ണുകൾ കേന്ദ്രീകരിച്ച് അവരെ തന്നെ തുറച്ചു നോക്കി. അങ്ങനെ കുറച്ചു നേരം അങ്ങനെ നിന്നു. അതിനുശേഷം അലറി വിളിച്ചുകൊണ്ട് അവർക്ക് നേരെ അവൻ ഓടി വന്നു. ആവുന്ന പോലെ അവർ ഇരുവരും ഓടിയെങ്കിലും ഭയം കാരണം നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ഉച്ചത്തിൽ നിലവിളിക്കുകയും കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞവൻ അവിടെ കിടന്നിരുന്ന ഒരു വലിയ കമ്പ് എടുത്തുകൊണ്ട് ആ കരടിയെ നേരിടാൻ ചെന്നു. മറ്റേയാൾ പോകണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കാൻ അയാൾ തയ്യാറായില്ല. തനിക്ക് നേരെ പാഞ്ഞു വന്ന കരടിയെ അയാളുടെ കൈവശമുണ്ടായിരുന്ന കമ്പെടുത്തടിച്ചു. കരടിക്ക് കലി കൂടി. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും അവൻ്റെ കൂർത്ത നഖങ്ങളുള്ള കൈകൾ കൊണ്ട് ആഞ്ഞടിക്കുകയും ചെയ്തു. ആദ്യത്തെ അടി തന്നെ അവൻ്റെ കൂർത്ത നഖങ്ങൾ അവൻ്റെ നെഞ്ചിലേക്ക് ആഴത്തിലിറങ്ങി. അയാൾ ദൂരേക്ക് തെറിച്ച് വീണ ഉടനെ തന്നെ ആ കരടി അയാൾക്ക് മേലെ ചാടി വീണു. തൻ്റെ കൈവശമുണ്ടായിരുന്ന കമ്പെടുത്ത് ആ കരടിയുടെ വായിലേക്ക് അയാൾ നീട്ടിപ്പിടിച്ചു. ഭാഗ്യം ആ കരടിയുടെ കടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വീണില്ല. എന്നാൽ കരടിയുടെ കൈകളിലെയും കാലുകളിലെയും നഖങ്ങൾ അയാളുടെ ശരീരത്തിലേക്ക് ആഴത്തിലിറങ്ങി. താൻ അവൻ്റെ വായിലേക്ക് ഇടിച്ചു കയറ്റിയ കമ്പ് ആ കരടി കടിച്ചൊടിച്ചു.
പിന്നീട് എന്താ ഉണ്ടായതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. രണ്ടാമത്തെ കടി വീണത് അവൻ്റെ മുഖത്തായിരുന്നു. അവൻ്റെ മുഖം ആ കരടി കടിച്ചു പറിച്ചു. കൂർത്ത നഖങ്ങൾ അവൻ്റെ ശരീരത്തെ കീറി മുറിച്ചു. ദൂരെ നിന്ന് അവൻ്റെ സുഹൃത്ത് അവൻ്റെ നിലവിളിയും ഞരക്കവും എല്ലാം കേട്ടു. എന്നാൽ നിസ്സഹായതയോടെ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ അയാൾ അടുത്തുണ്ടായിരുന്ന ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന ഗ്രാമീണരുടെ സഹായം തേടി. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ അവിടുത്തെ ആളുകളെയും കൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് അയാൾ വന്നു. ഒരുപാട് സമയം വൈകിപ്പോയിരുന്നു. കരടി ആ ശരീരം വലിച്ചിടിച്ച് കടിച്ചു പറിച്ച് പിച്ചി ചീന്തി നാശമാക്കി. ശരീരത്തിൽ തലയുണ്ടായിരുന്നില്ല. തല വേർപെട്ട് അവിടെ നിന്നും ഏകദേശം 200 അടി അകലത്തിൽ കിടക്കുന്നു. മുഖമാകെ വികൃതം. തൻ്റെ സുഹൃത്തിൻ്റെ മുഖമാണെന്ന് പറയുവാൻ തന്നെ കഴിയാത്ത വിധത്തിൽ ആ കരടി ആ മുഖത്തെ മാറ്റി കഴിഞ്ഞിരുന്നു. സ്വന്തം ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ ശരീരം, വേർപെട്ട് കിടക്കുന്ന ശിരസ്, ഇത്രയും മാത്രമാണ് അവിടെ വന്നവർക്ക് കാണുവാൻ സാധിച്ചത്. അവിടെയെങ്ങും ആ കരടിയെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടേക്ക് വന്ന ആളുകൾ പറഞ്ഞത് പ്രകാരം ഇവിടെ നിന്നും കുറച്ചു ദൂരം മാറി ഒരു കടല കൃഷി ചെയ്യുന്ന തോട്ടമുണ്ടെന്നും സ്ഥിരമായി ആ കരടി രാവിലെ അവിടേക്ക് വരാറുണ്ടെന്നുമാണ്. പോകുന്ന വഴിയായിരിക്കാം നിങ്ങളെ കണ്ടതെന്നും ആ ചിതലായിരിക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾ അവനെ ശല്യപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം ആക്രമിച്ചതെന്നും അവിടേക്കെത്തിയ ആളുകൾ പറഞ്ഞു. ആ കരടിയുടെ ശല്യം അവിടുത്തെ ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഇതിനോടകം തന്നെ 6-7 പേരെ ആ കരടി കൊന്നു കഴിഞ്ഞിരുന്നു. നിരവധി പേർ ജീവിക്കുന്ന രക്തസാക്ഷികളായി പല ഗ്രാമങ്ങളിലും ഇതുപോലെ താമസിക്കുന്നു. ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്ന സമയമാണ് ഞാൻ ബന്ദിപ്പൂരിലേക്ക് വന്നത്. അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഞാൻ താമസിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ഈ കരടിയെപ്പറ്റി അറിയുവാൻ ഇടയായതും ഞാൻ അവിടെ നിന്നും കാരക്കുടിയിലേക്ക് പോയതും. ഞാൻ ആദ്യമായി ചെന്നത് നമ്മൾ മുന്നേ പറഞ്ഞ മുതുമലയ്ക്കും കാരക്കുടിക്കും ഇടയിലുള്ള ആ വലിയ മാമ്പഴത്തോട്ടത്തിലേക്കാണ്. ആ തോട്ടത്തിൻ്റെ ഉടമയെ കാണുകയും അയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയുകയും ചെയ്തു. ആ തോട്ടം മുഴുവൻ ഞാൻ നടന്നു കണ്ടു. അവിടെ നിന്നും നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം 1 മൈലുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വനമാണ്. ഒരു പക്ഷേ ഈ പ്രദേശത്തു കൂടി കടന്നു പോയപ്പോൾ പഴുത്ത മാമ്പഴത്തിൻ്റെ മണം തട്ടി ആ കരടി ഇവിടേക്ക് കടന്നു വന്നതായിരിക്കാം എന്ന നിഗമനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ തോട്ടത്തിൽ കാവൽ നിൽക്കുവാൻ ആരുമില്ലെന്നും ആ കുടിൽ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണെന്നും ആ തോട്ടമുടമ എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ പോയത് മുതുമലയ്ക്കടുത്തുള്ള മറ്റേ ഗ്രാമത്തിലേക്കാണ്. ആ തേൻ ശേഖരിക്കുവാൻ പോയ മരുതപ്പനെ കാണുവാൻ വേണ്ടി. മരുതപ്പനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ആ ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത് പ്രകാരം ഏകദേശം 1 വർഷങ്ങളായി ഈ കരടിയുടെ ശല്യം ഈ ഗ്രാമങ്ങളിൽ ഉണ്ടെന്നും 1 വർഷത്തിനകം ഏകദേശം 7-8ഓളം അടുത്ത ആളുകളെ ആ കരടി കൊന്നു എന്നും പറഞ്ഞു. നിരവധി പേർക്കാണ് ആ കരടിയുടെ കയ്യിൽ നിന്നും മാരകമായി പരിക്കേറ്റതെന്നും ചിലരുടെ കണ്ണുകളോ മൂക്കുകളോ മുഖത്തിൻ്റെ ഒരു ഭാഗത്തെ മാംസം തന്നെ അടർന്നു പോയതായും അവർ പറയുകയുണ്ടായി. അതിക്രൂരമായ ആക്രമണങ്ങളാണെന്നും അവിടുത്തെ ആളുകൾ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഈ കരടിയെ ഒന്ന് കൊന്നു തരണമെന്നും ഞങ്ങളെ രക്ഷിക്കണമെന്നും അവർ പറഞ്ഞു. അങ്ങനെ ഏകദേശം 1 ആഴ്ചക്കാലം ഞാൻ മസനഗുഡിയിലും ബന്ദിപ്പൂരിലുമായി കഴിച്ചുകൂട്ടി. അങ്ങനെ ആ കരടിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അവിടുത്തെ ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ചു. അങ്ങനെയാണ് മുതുമലയ്ക്കടുത്തുള്ള കടല കൃഷി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥിരമായി ആ കരടി വരാറുള്ള വിവരം ഞാൻ അറിഞ്ഞത്. വൈകുന്നേരമാകുമ്പോഴേക്കും അല്ലെങ്കിൽ പുലർച്ചെ ആകുമ്പോഴേക്കും ആ കരടി എന്തായാലും ആ തോട്ടത്തിൽ വരും എന്നായിരുന്നു ആ തോട്ടത്തിൻ്റെ ഉടമയും അവിടുത്തെ ഗ്രാമീണരും എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ആ കരടിയെ അന്വേഷിച്ച് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ടോർച്ചും ജസ്റ്റ് 405 വഹിച്ചുകൊണ്ട് ആ തോട്ടത്തിൻ്റെ അരികിലുണ്ടായിരുന്ന ഒരു ചെറിയ കുടിലിലേക്ക് മാറിയത്. അങ്ങനെ സമയം ഏകദേശം വൈകുന്നേരമായി. ആ കരടി വരുമെന്നറിഞ്ഞ ആ പ്രദേശം ലക്ഷ്യമാക്കി കുടിലിൽ നിന്നും ഇറങ്ങി ഞാൻ നടന്നു. എൻ്റെ കൈവശം ടോർച്ച് ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പ്രകാശിപ്പിച്ചില്ല. ആ ഇരുട്ടിൽ കൃഷിയിടത്തിലൂടെ ചന്ദ്രൻ്റെ നിലാവിനെ പിൻപറ്റി ഞാൻ നടന്നു. ആ നിലാവിൽ എല്ലാം വളരെ വ്യക്തമായിരുന്നു. അരണ്ട വെളിച്ചമാണെങ്കിൽ പോലും എല്ലാം കൃത്യമായി കാണുവാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞതുപോലെ കരടിയുടെ സാന്നിധ്യം എനിക്ക് അറിയുവാൻ സാധിച്ചു. എന്നാൽ ഏത് ഭാഗത്തു നിന്നുമാണ് അവൻ്റെ ആ മുരൾച്ച വന്നതെന്ന് മാത്രം തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചില്ല. അവനെ കണ്ടെത്തുവാനും കഴിഞ്ഞില്ല. ടോർച്ച് പ്രകാശിപ്പിച്ച് എന്നിലേക്ക് അവനെ ആകർഷിക്കുവാനും ഞാൻ തുനിഞ്ഞില്ല. ആ കരടി ഇവിടേക്ക് വരാറുണ്ട് എന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ കുറച്ച് സമയം കൂടി ഞാൻ അവിടെ ചെലവഴിച്ച് തിരികെ ആ കൃഷിയിടത്തിനരികിലെ ആ കുടിലേക്ക് മടങ്ങി. പിറ്റേന്ന് തന്നെ ആ കൃഷി ഉടമയോടും പിന്നെ മറ്റുള്ളവരോടും പറഞ്ഞുകൊണ്ട് കുറച്ച് ബിയർ ട്രാപ്പുകൾ ഞാൻ സംഘടിപ്പിച്ചു. കൃഷിയിടത്തിൻ്റെ പല ഭാഗങ്ങളിലായി ബിയർ ട്രാപ്പുകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ എനിക്കൊപ്പം അവിടെ ഇരിക്കുവാൻ വേണ്ടി ഏകദേശം 10ഓളം ആളുകളെയും സംഘടിപ്പിച്ചു. കരടി ട്രാപ്പിൽ വീണാലുടൻ ഉച്ചത്തിൽ അലറും. ആ സമയത്ത് തീപ്പന്തം കത്തിച്ചുകൊണ്ട് നമുക്ക് അവനരികിലേക്ക് ഓടിച്ചെല്ലണം.
ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടുന്നതിന് മുന്നേ അവനെ കൊലപ്പെടുത്തണം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ബിയർ ട്രാപ്പിൽ വീണ കരടി വേദനയാൽ പുളയുകയായിരിക്കും. അവൻ അത്യധികം അപകടകാരിയാണ് ആ സമയം. അവൻ ആ ട്രാപ്പ് പൊട്ടിച്ച് രക്ഷപ്പെടുന്നതിന് മുന്നേ അവനെ കൊന്നിരിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം, തമ്പി അവരോട് ഓരോരുത്തരോടായും പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം അവർ ആ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നു, ഉറങ്ങാതെ. എന്നാൽ അന്നത്തെ രാത്രിയിൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. അവർ വച്ച ട്രാപ്പിലൊന്നും ആ കരടി വീണില്ല. പിറ്റേന്ന് കാലത്തെ വീണ്ടും കുറച്ചുകൂടി ട്രാപ്പുകൾ സംഘടിപ്പിച്ച് ആ പാടത്തിൽ അവിടെ ഇവിടെയായി അവർ വെച്ചു. കൃത്യമായി ട്രാപ്പുകൾ സ്ഥാപിച്ച സ്ഥലം തനിക്ക് കൂടെ ഉണ്ടായിരുന്നവരെ കാണിച്ചു കൊടുക്കുകയും ഒരു കാരണവശാലും രാത്രിയിൽ തിടുക്കത്തിൽ ഇതുവഴി കടന്നു പോകരുതെന്നും അവരോട് പറഞ്ഞു. രാത്രിയിൽ കൃഷിയിടത്തിലേക്കുള്ള യാത്ര കഴിവതും ഗ്രാമത്തിലുള്ളവർ ഒഴിവാക്കണമെന്നും നേരം പുലർന്ന ശേഷം ഞങ്ങളുടെ അറിവില്ലാതെ ആരും കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കരുതെന്നും തമ്പി അവരോട് പറഞ്ഞു. അവിടുത്തെ ആളുകളോട് പറഞ്ഞു, ചട്ടം കെട്ടി. അതുപോലെ ജോലിക്കാരോടും. അങ്ങനെ നീണ്ടുനിന്ന 2 ദിവസങ്ങൾക്കൊടുവിൽ അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം വനത്തിനുള്ളിലെ അവൻ താമസിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ആ ഗുഹയുടെ അരികിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. വൈകുന്നേരം ആകുമ്പോഴേക്കും മടങ്ങി വരാം എന്ന കരാറിൽ ഞാൻ അവർ പറഞ്ഞ ആ സ്ഥലത്തേക്ക് സഞ്ചരിച്ചു. അവർ പറഞ്ഞത് ശരിയാണ്. വനത്തിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പാറക്കൂട്ടങ്ങൾക്കിടയിലെ ആ വലിയ ഗുഹ കാണുവാൻ സാധിക്കും. ആ ഗുഹയ്ക്കരികിൽ ഞാൻ ചെന്നു. എന്നാൽ അവിടെ ആ കരടി താമസിക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഉറപ്പ് വരുത്തുവാൻ വേണ്ടി എൻ്റെ കൈവശം ഉണ്ടായിരുന്ന കുറച്ച് കല്ലുകൾ ഞാൻ ഗുഹയ്ക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. ഗുഹയ്ക്കുള്ളിലെ ഭിത്തികളിൽ വന്ന് തട്ടുപോലുണ്ടാകുന്ന ശബ്ദമല്ലാതെ ഒരു കരടിയുടെ ഉച്ചത്തിലുള്ള അലർച്ചയോ കരച്ചിലോ ഒന്നും അവിടെ നിന്നും ഉയർന്നു വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. എൻ്റെ കൈവശമുണ്ടായിരുന്ന ടോർച്ചും പ്രകാശിപ്പിച്ചു. എന്നാൽ കരടി കടന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുവാൻ സാധിച്ചില്ല. അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമാണ്, ഈ ഗുഹയിലല്ല, വനത്തിലെ മറ്റെവിടെയോ ഉള്ള ഗുഹയിലാണ് ആ കരടി താമസിക്കുന്നതെന്ന്. പിന്നെ വൈകുന്നേരമാകുന്നതിന് മുന്നേ ഞാൻ കൃഷിയിടത്തിലേക്ക് വരികയും ആ കുടിലിൽ മറ്റുള്ളവർക്കൊപ്പം ഇരിക്കുകയും ചെയ്തു. അന്നത്തെ രാത്രിയിൽ ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ കേട്ടു ആ കരടിയുടെ അലർച്ച കേട്ടപ്പോൾ തന്നെ ടോർച്ചും പ്രകാശിപ്പിച്ച് തീപ്പന്തങ്ങളും കത്തിച്ചു വെച്ചുകൊണ്ടുള്ള ഞങ്ങൾ 11 സംഘം ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി. ഓടുമ്പോഴും അവരോടെല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, സൂക്ഷിക്കണം, നമ്മൾ വെച്ച ട്രാപ്പുകൾ എവിടെയെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ആ ട്രാപ്പുകളിലൊന്നും ചവിട്ടരുതെന്ന്. എങ്കിലും കൂടെ ഉണ്ടായിരുന്ന ഒരു വിഡ്ഢി അത് പറഞ്ഞത് കേൾക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാപ്പിൽ ചവിട്ടി. അവൻ്റെ കാലിലേക്ക് ആ ട്രാപ്പിൻ്റെ ആഴത്തിലുള്ള പല്ലുകൾ ഇറങ്ങി. അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു. ബാക്കിയുള്ളവരുടെ ഓട്ടം നിലച്ചു. തീപ്പന്തം കത്തിച്ചുകൊണ്ട് അവനെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ അരികിലേക്ക് എത്തി. വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ പല്ലുകൾ അകത്തി അവൻ്റെ കാല് പുറത്തെടുപ്പിച്ചു. അവിടെ നടക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ അസ്ഥി പൊട്ടിയതായി ഞാൻ പറഞ്ഞു. അവനെ എടുത്തുകൊണ്ട് എനിക്കൊപ്പം വന്ന ഒരാൾ തിരികെ ഞങ്ങൾ നിന്ന് ആ കുടിലേക്ക് നടന്നു. വീണ്ടും ഞാൻ അവരോട് പറഞ്ഞു, ഇനിയും ഓരോ അടിയും സൂക്ഷിച്ചു വേണം നടക്കുവാൻ. അങ്ങനെ ഞങ്ങൾ പ്രയാസപ്പെട്ട് കൃഷിയിടത്തിലൂടെ ആ കരടിയുടെ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി വന്നു. എന്നാൽ ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ആ കരടി ആ ട്രാപ്പ് പൊട്ടിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. എനിക്കൊപ്പം അവിടേക്ക് വന്നവർക്കെല്ലാം നിരാശയായിരുന്നു. എങ്കിലും ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. ട്രാപ്പ് അവൻ്റെ കാലിൽ തന്നെയുണ്ട്. അത് വഹിച്ചുകൊണ്ട് ഏറെ ദൂരം അവന് സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ പല്ലുകൾ ഇപ്പോൾ തന്നെ അവൻ്റെ കാലിലേക്ക് ആഴത്തിൽ ഇറങ്ങി കാണും. നേരം പുലരുമ്പോൾ നമുക്ക് അവനെ തേടിപ്പോകാം. നേരം പുലരുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഞങ്ങൾ. നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഏകദേശം 1 മൈലുകളോളം ആ ട്രാക്കുകൾ ഞാൻ പിന്തുടർന്നു. അവൻ്റെ രക്തം ഇറ്റിറ്റ് വീണ പാത വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്ക് മുന്നിൽ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വനത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരു പാറക്കെട്ടിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നു. വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒരു കറുത്ത രൂപം പാറയുടെ മുകളിൽ കിടക്കുന്നത്. എന്നാൽ ഞങ്ങളിൽ നിന്നും അല്പം ഉയരത്തിലായിരുന്നു അത്. ഞാൻ ചുറ്റുപാടും നോക്കി. ആ പാറയുടെ മുകളിലേക്ക് കയറുവാൻ വേണ്ടി അതിനരികിൽ ഒരു വലിയ മരം നിൽക്കുന്നുണ്ട്. പതിയെ ഞാൻ എൻ്റെ വിഞ്ചസ്റ്റർ 405 എൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചു, തൂക്കിയിട്ടു. അതിനുശേഷം ആ വലിയ മരത്തിലൂടെ ഞാൻ വലിഞ്ഞ് മുകളിലേക്ക് കയറി. ആ മരത്തിൻ്റെ പാതി എത്തിയപ്പോഴേക്കും പാറക്കെട്ടിൻ്റെ മുകളിൽ കിടക്കുന്ന ആ കരടിയെ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. അവനിപ്പോൾ കിടക്കുന്നത് എനിക്ക് അഭിമുഖമായി തന്നെയാണ്. ഞാൻ എൻ്റെ റൈഫിൽ പതിയെ ആ മരത്തിൻ്റെ ശിഖരങ്ങളിൽ ചവിട്ടി കൃത്യമായി ഒന്ന് ബാലൻസ് ചെയ്തു നിന്നു. അതിനുശേഷം എൻ്റെ റൈഫിലെടുത്ത് ഞാൻ തോളിലേക്ക് ഉയർത്തി വെച്ചു. കൃത്യം അവൻ്റെ കണ്ണുകൾക്ക് നടുവിൽ നെറ്റി ഭാഗം ലക്ഷ്യമാക്കി എൻ്റെ തോക്കിൻ്റെ കുഴൽ ഞാൻ ചൂണ്ടി. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഞാൻ കാഞ്ചി വലിച്ചു. ഉറക്കത്തിൽ നിന്നും ഉണരുന്നതിന് മുന്നേ തന്നെ അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റിയിരിക്കുന്നു. വെടിയുടെ കൃത്യം അവൻ്റെ തലയിലേക്ക് തുളച്ചു കയറി. ഒന്നു പിടഞ്ഞ് പാറക്കെട്ടിന് മുകളിൽ നിന്നും നിലത്തേക്ക് വീണു. തറയിലെ പാറക്കല്ലുകളിൽ ആ ട്രാപ്പ് വന്നിടിച്ച് ക്ലിം എന്ന ശബ്ദം ഉയർന്നു കേട്ടു. ആ കരടിയുടെ അനക്കം പൂർണ്ണമായും അവസാനിപ്പിച്ചു.
ഉറക്കത്തിൽ നിന്നും ഉണരുന്നതിന് മുന്നേ തന്നെ എന്നേക്കുമായ ഉറക്കത്തിലേക്ക് അവനെ പറഞ്ഞയച്ചു കഴിഞ്ഞിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.